കൂൺ കൃഷി സീരീസിലെ നമ്മൾ 14ാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. ഇത് നമ്മുടെ നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം ഈ ഒരു പ്ലേസ് ഏതാണെന്നേ. നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ വയ്ക്കുന്ന സ്ഥലമാണ് കേട്ടോ അത്. നമ്മുടെ ഒരു ബെഡ് ഇതുപോലെ എടുത്ത് നോക്കിയപ്പോൾ, അതായത് അസുഖം വന്നൊരു ബെഡ് നോക്കിയപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തെയും താഴ്ഭാഗത്തെയും അവസ്ഥ ഇതാണ് കേട്ടോ. ഇതാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് തൊട്ട് മുമ്പേ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത്. ഈ ഒരു ബെഡിനെ ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിലിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ലൊരു ബെഡായിരുന്നു കേട്ടോ. നന്നായിട്ട് മൈസീലിയൊക്കെ പടർന്ന് പിടിച്ചൊരു ബെഡായിരുന്നേ ഇത്. നമ്മുടെ മുകൾ ഭാഗത്തൊക്കെ നമ്മുടെ കൂണ് വരുന്നതിന് തൊട്ട് മുന്നായിട്ടുള്ളൊരു സ്റ്റേജിലാണ് നമ്മുടെ ആ ബെഡ് ഇരുന്നത്. പക്ഷേ ഇത് താഴ്ഭാഗത്ത് മാത്രം ഇതുപോലൊരു പ്രശ്നം വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒത്തിരി പേരുടെ സംസാരിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു അറിവായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. നമ്മുടെ പെല്ലറ്റിനകത്ത് മിക്സഡ് പെല്ലറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം ഉണ്ടാവുമെന്നാണ് കേട്ടോ അവരൊക്കെ പറഞ്ഞത്. അതുമല്ല നമ്മുടെ മഷ്റൂം ടൈപ്പിനനുസരിച്ചിട്ട് പെല്ലറ്റിൽ വ്യത്യാസം വരും കേട്ടോ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മഷ്റൂമിൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും വിളവെടുപ്പ് ചെയ്യുന്നില്ല, നാളെ ആവാമെന്ന് വെച്ചിട്ട് കേട്ടോ. ജസ്റ്റ് ചെക്കൊക്കെ ചെയ്തിട്ട് സ്വിച്ചൊക്കെ ഓഫ് ചെയ്തിട്ട് ഇറങ്ങിയേ. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഇന്നത്തെ ദിവസം നമ്മൾ ഈ കൂണൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് കുഞ്ഞു കുഞ്ഞു ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പേക്കിങ്ങിന് വേണ്ടിയിട്ട് മഷ്റൂം എടുക്കാനാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നമ്മുടെ മഷ്റൂമൊക്കെ വളർന്നിട്ടുമുണ്ട് കേട്ടോ. മഷ്റൂമിന് തൊട്ട് താഴെ ഒരു വൈറ്റ് കളറിൽ കാണുന്നുണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, നമ്മുടെ ബെഡിനകത്ത് കാണുന്നുണ്ടത്. മഷ്റൂം നന്നായിട്ട് വിരിഞ്ഞിട്ട് അതിൻ്റെ സീഡ് ഫോർമേഷൻ പോലെ വീഴുന്നൊരു പ്രോസസ്സാണ് കേട്ടോ. അത് നാച്ചുറൽ പ്രോസസ്സാണ്. അത് ആരും കണ്ട് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെയാണ് തെറ്റിദ്ധരിച്ചത്. എന്ത് പൊടിയാണ് ഇതിൽ വീണെന്ന് അറിയാൻ വയ്യാതെ ജസ്റ്റ് നമ്മുടെ എന്തെങ്കിലും പുറത്തുനിന്നുള്ള എന്തെങ്കിലും സംഭവമാണോ എന്നൊക്കെ അറിയാൻ ജസ്റ്റ് നോക്കിയപ്പോഴാണ് ഇത് മനസ്സിലായത്. പിന്നെന്താ, നമ്മുടെ മഷ്റൂം കൃഷിയിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ഹാൻഡ് നമ്മൾ പ്രോപ്പറായിട്ട് വൃത്തിയാക്കിയിട്ട് വേണം മഷ്റൂം ബെഡിലേക്ക് ടച്ച് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ബെഡിൽ നിന്ന് കുമിളകൾ അടർത്തി എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ബെഡിൻ്റെ ഒരു മൈസെല്ലാം പൊട്ടിപ്പോവാത്ത രീതിക്ക് വേണം നമ്മൾ പറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു കൂണിൻ്റെ വെറൈറ്റി കണ്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അന്തം വിട്ടൊക്കെ ഇരിക്കുകയാണ്. അതിനകത്തു നിന്നൊരു വള്ളി പോലൊരു സംഭവമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളതും കൂടി എടുക്കുകയാണ് കേട്ടോ. പിന്നെ മഷ്റൂം കൃഷിയെപ്പറ്റി കുറച്ച് ഡൗട്ടൊക്കെ എൻ്റെ കമൻറ്റിൽ ഞാൻ വരുന്നത് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലിയറായിട്ട് വരുന്ന വീഡിയോസിൽ പറയാം. എന്നാലും ആ കമൻറ്റ് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പാക്കിങ്ങിൻ്റെ സ്റ്റിക്കർ എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്ഷയയിൽ പോയിട്ടാണ് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. FSSAI നമ്പർ എടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുക. പിന്നെ നമുക്ക് വലിയ ബഡ്ജറ്റൊന്നും വേണ്ട. നമ്മൾ 12 ലക്ഷം രൂപയ്ക്ക് താഴെ ആയതുകൊണ്ട് നമുക്കൊരു 200-300 രൂപയ്ക്കകത്ത് അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുവേ. പിന്നെ ഒരു ചോദിച്ചത് എങ്ങനെയാണ് ലേബലും പാക്കിങ്ങും സ്റ്റിക്കറും ഒക്കെ ചെയ്യുന്നതെന്നാണ്. അതൊക്കെ നമ്മൾ പ്രസ്സിൽ പോയിട്ട് നമ്മൾ പോസ്റ്റർ പ്രിൻറ്റിങ് ഒക്കെ ചെയ്യുന്ന പ്രസ്സിൽ പോയിട്ട് നമ്മുടെ സ്റ്റിക്കറിൻ്റെ ഒരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്കർ പ്രിൻറ്റ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റേറ്റ് ആവും. കാരണം നമ്മളത് അവരെ കൊണ്ട് അത് വർക്ക് ചെയ്തിട്ടാണല്ലോ നമ്മൾ സ്റ്റിക്കർ പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റേറ്റ് ആവുമേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ വന്ന 2 കമൻറ്റ്സിൻ്റെ റിപ്ലൈ ആയിട്ട് പറയുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മഷ്റൂമിൻ്റെ കാര്യങ്ങൾ, ഈ ഒരു മഷ്റൂം ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നേരത്തെ എടുത്ത വീഡിയോസാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായിരുന്നു. നമ്മുടെ മിൽക്കി വെച്ച് വിളവെടുത്തുകൊണ്ടിരുന്നപ്പോൾ നന്ന മഴ പെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ ബെഡ് അങ്ങ് സ്റ്റോപ്പായി നിന്നുപോയി. പിന്നെ ഞാൻ അതിനൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ പുതുതായിട്ട് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുകയാണ് കേട്ടോ. അതുപോലെ ഒത്തിരിയും പേര് പുതിയ മഷ്റൂം കൃഷി സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മോട്ടിവേഷനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്നൊരു കാര്യം മറ്റുള്ളവരുടെ അറിവിലേക്ക് എത്തുമ്പോൾ അത് അവർ എത്രത്തോളം യൂസ് ചെയ്യുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കമൻറ്റ്സ് കാണുമ്പോൾ വളരെയധികം സന്തോഷപ്പെടാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മഷ്റൂം വിളവെടുക്കുന്ന അത്രയും സന്തോഷം തന്നെ നമ്മുടെ കമൻറ്റ്സ് വായിക്കുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മഷ്റൂം കുറച്ച് മാത്രമേ ഇന്ന് പറിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. പാക്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രമേ പറിച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ അത് വെള്ളം സ്പ്രേ ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് ക്രമീകരിച്ച് വേണം നമ്മൾ മഷ്റൂം കൃഷി കൊണ്ടുപോകാനായിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞ വൈറ്റ് കളർ ഈ കാണുന്ന ബെഡിലുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൃഷിയെ പറ്റിയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു കൃഷി ചെയ്യാനായിട്ട് ഒരുപാട് സഹായങ്ങൾ നമുക്കിപ്പോൾ കൃഷിഭവനിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ച് സബ്സിഡിയൊക്കെ നമ്മുടെ കുടുംബശ്രീ വഴിയൊക്കെ കിട്ടുന്നുണ്ട്, ലോൺ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അന്വേഷിച്ച്
ഒരുപാട് നമുക്ക് സ്ത്രീ സംരംഭകർക്ക് ഇറങ്ങി വരാൻ പറ്റുന്നൊരു മേഖലയാണ് കേട്ടോ നമ്മുടെ കൂൺ കൃഷി എന്ന് പറഞ്ഞത്. കൂൺ കൃഷി ഒരുപാട് പേർക്ക് അറിയില്ല, എന്നാലും നമ്മളത് പരിചയപ്പെട്ട് വരുമ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു വേ ആയിട്ട് മാറുവേ. പിന്നെ ഇതിനുള്ള എറുമ്പൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ പ്രശ്നം. അതാണ് ഞാൻ അവിടെ നിന്ന് തട്ടിയൊക്കെ കളഞ്ഞത്. എറുമ്പൊക്കെ ഒരുപാട് ഈ കൃഷിയെ ബാധിക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ കമൻസൊക്കെ നിങ്ങൾ ഇടുക കേട്ടോ. ഞാൻ പതിയെ അപ്ഡേറ്റ് ചെയ്യാം വീഡിയോയിൽ.